മരക്കാർക്കണ്ടി ഇന്ദിരാഗാന്ധി ഫൗണ്ടേഷൻ, മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഡോക്ടർ അൻസാരീസ് മെഡിക്കെയർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മരക്കാർക്കണ്ടിയിൽ സൗജന്യ ഗ്യാസ്ട്രോ എൻട്രോളജി പൾമനോളജി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്ദ്രശേഖരൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ഒരു 60-70% ജനങ്ങളെ എടുത്താലും ഏതെങ്കിലും ഒരു ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെയാണ് നാം കാണുന്നത്. പക്ഷേ പല ആളുകളും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ വയറിനെ സംബന്ധിച്ചാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു ചെറിയ വയറുവേദന വരുമ്പോൾ അത് സ്വയം അങ്ങ് തീരുമാനിക്കും. അത് ഗ്യാസാണ്, 2 ജലൂസിൽ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ജലൂസിൽ വാങ്ങി കഴിച്ച് തൽക്കാല ആശ്വാസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ വാങ്ങിക്കഴിച്ച് ഏറ്റവും അത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളൊരു സർജനെ കാണുക. അവിടുന്നും അതിനുശേഷമാണ് നമ്മളൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണുക. എന്താണ് അതിനുള്ള കാരണം? നമ്മളാരും നമ്മളെ ശരീരത്തെ വേണ്ടുന്ന രീതിയിൽ സ്നേഹിക്കുന്നില്ല. അതാണ് മുഖ്യ പ്രശ്നം. നമ്മുടെ ശരീരത്തിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ചെറിയ ഒരു വേദന വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരം അത് കാണിക്കും. അന്നേരം അത് എന്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു പരിധി വരെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ സാധിക്കും. കെ മുഹമ്മദ് ഷിബിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ CH അസീമ, ടി ഷറഫുദ്ദീൻ, റീത്ത ഭരതൻ, ഹെൻറി വില്യം, മുഹമ്മദ് റാസിഖ്, പ്രീത, ബിജു മരക്കാർക്കണ്ടി, CH മുഹമ്മദ് റിബിൻ, രാജീവൻ ഉരുവച്ചാൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരായ ഡോക്ടർ ജസീം അൻസാരി, ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നമ്മൾ എല്ലാ ക്യാമ്പും നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മെസ്സേജ് നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു പുതിയ വർഷത്തിലോട്ട് നമ്മൾ പോവുകയാണ്, 2025 പോവുകയാണ്. അപ്പോൾ എല്ലാവരും 1-ാം തീയതി ആയിട്ട് വേണം വെയിറ്റ് കുറയ്ക്കാൻ എന്നുള്ള ഒരു ഇതിലോട്ടാണ് എല്ലാവരും സാധാരണ നിൽക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ പ്രമേഹത്തിന്റെ തലസ്ഥാനം കേരളമാണ്. സാധാരണ എല്ലാ സ്ഥലത്തും ഒരു 8% ആൾക്കാർക്ക് പ്രമേഹമുള്ളൂ. പക്ഷെ എന്തായാലും കേരളത്തിൽ അതല്ല, അതിൽ ഇരട്ടിയല്ല, അതിൽ കൂടുതലുണ്ട്. 20% ആൾക്കാർ പ്രമേഹ രോഗികളാണ്. ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ 50% ആൾക്കാർക്കും ഫാറ്റി ലിവർ ഉണ്ട്. അതും പോട്ടെ, അത് ഇല്ലാത്ത ആൾക്കാർക്കും ഫാറ്റി ലിവർ ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും പറയും, എനിക്കും ഫാറ്റി ലിവർ ഉണ്ടായി. എനിക്കും പണ്ടേ ഡോക്ടർ പറയുന്നുണ്ട് ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഗൗരവം പിന്നീടാണ് അറിയുക. ഒരു 10-15 വർഷം കഴിയുമ്പോൾ പതുക്കെ കരൾ ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അത് ചുരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഫാറ്റി ലിവറോ അല്ലെങ്കിൽ നോർമലായി മാറാൻ ഒരിക്കലും പറ്റുകയില്ല. അപ്പോ ഈ കരൾ വീക്ക് ഉള്ള ആൾക്കാരിൽ 50% ആൾക്കാരും ഈ സിറോസിസിൽ എത്തിച്ചേരുന്നതാണ്. ഇത് നേരത്തെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്, അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല, സാധാരണ അസുഖങ്ങളെ പോലെയല്ല. പിന്നെ സിറോസിസിന്റെ കോംപ്ലിക്കേഷൻസിലോട്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ബോധവൽക്കരണം തരാനും, ഇതിന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഒഴിവാക്കുക, എന്തൊക്കെ ജീവിതശൈലിയിലത്തെ വ്യത്യാസങ്ങളാണ് വരുത്താനുള്ളതെന്നുള്ളതും നമ്മൾ ഇന്നത്തെ ക്യാമ്പിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നു. മാധവറാവു സിന്ധ്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.